ഹായ് എവർക്കും സൈനികൻ യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നവോദയ വിദ്യാലയ സമിതിയുടെ കോൺട്രാക്ച്വൽ ബേസിലെ 2026 208 വേക്കൻസീസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, TGT, ലൈബ്രറിയൻ, സ്റ്റാഫ് നഴ്സിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നോക്കാം. നവോദയ വിദ്യാലയ സമിതി റീജിയണൽ ഓഫീസ് ജയ്പൂരിന് കീഴിലാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. PGT, TGT, ലൈബ്രറിയൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഗ്രാജുവേറ്റ് ലെവൽ ടീച്ചർ ആൻഡ് ലൈബ്രറിയൻ ആൻഡ് സ്റ്റാഫ് നേഴ്സ്. ഇതിന്റെ പേയ്മെന്റും കൊടുത്തിട്ടുണ്ട്. 35,750. ഓക്കെ, അതുപോലെ 42,250 രൂപ വരെയാണ് PGT, TGT, ലൈബ്രറിയൻ, സ്റ്റാഫ് നേഴ്സിനുള്ളത്. PGT ടീച്ചറിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ NCT റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ 50% പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, പ്ലസ് B.Ed 50% ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50%, അത് മാസ്റ്റർ ഡിഗ്രി 50% ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ B.Ed ഡിഗ്രി NCT റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 50% B.Ed ഡിഗ്രി ഉണ്ടായിരിക്കണം. ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം, അതിനൊപ്പം തന്നെ B.Ed ഉണ്ടായിരിക്കണം, അതിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതല്ല NCT റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആയിരിക്കണം. PGTയിലെ പോസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. PGT ഇംഗ്ലീഷ് ഉണ്ട്, PGT ഹിന്ദി, PGT ഫിസിക്സ്, PGT കെമിസ്ട്രി, PGT മാത്സ്, എക്കണോമിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി. ഇവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇൻ TGT. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആസ് TGT ഇൻ ദി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എ കൺസേൺ സബ്ജക്ട്. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്കൂളിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം TGT ടീച്ചറായിട്ടുള്ള. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഇൻ റെസിഡൻഷ്യൽ സ്കൂൾ, ഏതെങ്കിലും റെസിഡൻഷ്യൽ സ്കൂളിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ, അതിന് ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനൊപ്പം തന്നെ വർക്കിംഗ് നോളജ് ഓഫ് ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് ദ ഭാരതീയ ഭാഷ. ഓക്കെ, ഭാരതീയ ഭാഷ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല ലാംഗ്വേജിനകത്തും അറിവുണ്ടായിരിക്കണം. നിങ്ങൾ ഏതിനകത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഓക്കെ, അത് ഫസ്റ്റ് ചെയ്യുന്ന PGT കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. PGT കമ്പ്യൂട്ടർ സയൻസിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MCA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ME or MTech. കമ്പ്യൂട്ടർ സയൻസിൽ ME അല്ലെങ്കിൽ MTech പാസ്സായവരായിരിക്കണം, അല്ലെങ്കിൽ B.Ed ഡിഗ്രി ഇൻ NCT B.Ed ഉണ്ടായിരിക്കണം, അത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം. TGTയിൽ വരുമ്പോൾ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി, 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി NCTയിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം, അതും 50% പാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതും 50% പാസ്, പ്ലസ് B.Ed അല്ലെങ്കിൽ M.Ed പാസ്സായിരിക്കണം, അതും 50% കൂടി. 1 ഇയർ B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുണ്ട്, അതും 50% മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൺസേൺ സബ്ജക്ട്, ഏതൊക്കെയാണ് സബ്ജക്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള അതിനകത്ത് കൺസേൺ സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, അതും 55%, 55% മാർക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ 3 ഇയർ B.Ed M.Ed അതും 50% പാസ്സായിരിക്കണം. ഇതേപോലെ തന്നെ നിരവധി നോട്ടിഫിക്കേഷൻ ഫുൾ വായിക്കാൻ നിന്നാൽ വലിയ ലെങ്ത് ഉള്ള വീഡിയോ ആവും. ഞാനിത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, നിങ്ങൾ നോക്കുക. ഏതൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റാഫ് നേഴ്സിനെ കൂടി നോക്കാം. സ്റ്റാഫ് നേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ BSc ഹോണേഴ്സ് ഇൻ നഴ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് ഇൻ BSc നഴ്സിംഗ് ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ BSc നേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ റെഗുലർ BSc നഴ്സിംഗ് ചെയ്തിരിക്കണം. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഉണ്ടായാലും മതി. ഓക്കെ, അതിനുശേഷം രജിസ്റ്റേർഡ് ആസ് എ നഴ്സ് ഓർ നഴ്സ് മിഡ്വൈഫ്, RN or RM ആയിട്ട് സ്റ്റാഫ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 2.5 ഇയർ, ഓക്കെ, 2.5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ 2.5 വർഷത്തെ എക്സ്പീരിയൻസും സ്റ്റാഫ് നഴ്സിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഹരിയാന, ഡൽഹി. ഓക്കെ, ഇവിടെ ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഈ 3 സ്ഥലങ്ങളിലായിരിക്കും ഇതിന്റെ പോസ്റ്റഡ്. ഓരോ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പലതിനും നോക്കുക. PGT ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, അതിന്റെ എല്ലാത്തിന്റെയും ഇവിടെ വേക്കൻസീസ് ഈ സൈഡ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെയാണോ വേക്കൻസി, ഏത് സബ്ജക്റ്റിലാണ് വേക്കൻസി ഉള്ളത് അതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാളം ഉണ്ടോ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ്, ഓക്കെ, ലോക്കൽ ലാംഗ്വേജിൽ വരികയാണെങ്കിൽ ഇവിടെ വളരെ നല്ലൊരു കാര്യമുണ്ട്. ഹരിയാന, ഡൽഹിയിൽ TGT മലയാളം. ഓക്കെ, രാജസ്ഥാനിൽ, ഹരിയാന, ഡൽഹി, രാജസ്ഥാനിൽ TGT മലയാളത്തിൽ 4 വേക്കൻസി, 4 ടീച്ചർമാരുടെ വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾ
മറക്കാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 4 വേക്കൻസിയാണുള്ളത്. ഏകദേശം 35K, ഓക്കെ, 35,000 രൂപ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനൊപ്പം തന്നെ ഇവർ പറയുന്ന ഒരു മെയിൻ കാര്യമുണ്ട്, നിങ്ങൾ CTET പാസ്സായിരിക്കണം. ഓക്കെ, CTET പാസ്സായിരിക്കണം. അവരുടെ സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. CTET കൂടി ഇവർ ചോദിച്ചിട്ടുണ്ട്. സോ CTET പാസ്സായിട്ടുള്ളവർ കൂടി വേണം ഇത് അപേക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ TGT മലയാളം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, TGT മലയാളം ചോദിച്ചിട്ടുണ്ട്. ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഇതെല്ലാം അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ്, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ഹരിയാന, ഡൽഹി, രാജസ്ഥാനിൽ 4 വേക്കൻസി സ്റ്റാഫ് നേഴ്സിനുണ്ട്. ഓക്കെ, 4 വേക്കൻസി സ്റ്റാഫ് നേഴ്സിനുണ്ട്. മലയാളം ടീച്ചേഴ്സ്മാരായിട്ട് 4 വേക്കൻസി ഉണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം. അതിനകത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഇവർക്ക് നന്ദി, നമസ്കാരം.